Litta Jose. Ah, Yeah, yes, good Litta. evening, sir. Hi, good evening. Hi. Yes. എനിക്ക് പറയാനുള്ളത് ഞാനൊരു നേഴ്സാണ്. Hmm. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൂടുതലും മലയാളി സ്റ്റാഫാണുള്ളത്. അപ്പം നമ്മൾ Hmm. ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം സംസാരിക്കത്തുള്ളൂ. Hmm. പക്ഷേ എനിക്കിപ്പം എനിക്ക് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട് ഒരു 3 Wow. മാസം. Ah. അപ്പം അത് നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസാ. അപ്പൊ അവര് Hmm. ഡിവൈഡ് ചെയ്ത് 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അവര് Hmm. 7 സ്റ്റുഡൻസ് വെച്ച് ഫോർ 3 മന്ത് അവര് വരും. അപ്പൊ Hmm. അവര് വന്ന് അവർക്ക് മലയാളം അറിയത്തില്ല ഓഫ് കോഴ്സ്. Hmm. അപ്പൊ അവരോട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. അപ്പൊ നമുക്ക് അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റി. അവര് ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. Wow, അപ്പം super, എനിക്ക് super. കുറച്ചും അവര് കൂടെ ഏത് ഇതാണ് അവര്? അവര് അറബിക് കുവൈറ്റുകൾ അറബിക്. തന്നെയാണ്. ആ, യെസ്, യെസ്. അടിപൊളി. സോ കുറച്ചുകൂടെ ഒരു അവർക്ക് ആ, അവരെല്ലാരും കുവൈറ്റുകൾ തന്നെയാണ്. അപ്പൊ അവരോട് ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. നമുക്ക് കറക്റ്റ് ആയിട്ട് അറബി കറക്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇംഗ്ലീഷിൽ തന്നെ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഓരോ പ്രൊസീജിയറും എങ്ങനെ ചെയ്യണം, എങ്ങനെ അവര് ക്ലിനിക്കിൽ എങ്ങനെ അവര് സംസാരിക്കണം, എങ്ങനെ പേഷ്യനോട് ഇടപെടണം, എല്ലാം പിന്നെ ഓരോ പ്രൊസീജിയർ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അവർക്ക് എക്സാം ഇടണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് ഒരു ചെറിയൊരു കോൺഫിഡൻസ് ആയി ഇപ്പൊ അവരോട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന്. അപ്പൊ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം എനിക്ക് ഇനി 3 മന്ത് അവരെ പഠിപ്പിക്കാൻ പറ്റും. സൂപ്പർ സൂപ്പർ. ഒരു ക്ലാസ്സെങ്കിലും കഴിഞ്ഞായിരുന്നോ താങ്ക് യു. അവരോട് സംസാരിച്ചതിന്റെ? ഒരു ക്ലാസ്സെങ്കിലും ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു. എങ്ങനെ ഫീൽ ചെയ്തോ? കോൺഫിഡൻസ് ഫീൽ ചെയ്തോ സംസാരിച്ചപ്പോഴൊക്കെ? കോൺഫിഡൻസ് ഫീൽ ചെയ്തു. കോൺഫിഡൻസ് ഫീൽ ചെയ്തു. സൂപ്പർ സൂപ്പർ ഇട്ടാ സൂപ്പർ.